അപ്പോൾ നമ്മളിന്ന് ഒരു വലിയൊരു മീനുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ഫിഷ് ഗ്രില്ലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോയാണ്. ഇതാണ്ടോ നമ്മൾ തോലൊക്കെ ഒലിച്ച് വെച്ചിരിക്കുകയാണ് മീൻ. ഈ മീനിൻ്റെ പേരെന്ന് പറയുന്നത് പാല മീനാണ് കേട്ടോ. ഇത് നമ്മൾ പാലെന്ന് വാങ്ങിച്ചല്ല, നമ്മുടെ സ്വന്തം നീണ്ടകരയിൽ നിന്ന് കൊണ്ടുവന്ന മീനാണ്. അപ്പോൾ ഈ മീനിനെ വെടിപ്പാക്കി നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഏകദേശം വലിയ വലിയ മീനാണ് കേട്ടോ. വെടിപ്പാക്കിയിട്ട് നമ്മുടെ ടാക്കിൽ തീയുണ്ട്, നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോവാണ്. ഇത് ഇൻട്രോ മാത്രമേ ഉള്ളൂ. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ ക്യാമറ വുമണായ ആതിരയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു കുക്കിങ്ങിലോട്ട് എടുക്കാം. ഞങ്ങൾ ഇന്ന് ഇത് വെടിപ്പാക്കി കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം തുടങ്ങാം നമുക്ക് ഇന്നത്തെ പരിപാടി. തൊലിയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് ഉരിക്കാം. മറ്റേ ഡ്രസ്സൊക്കെ മാറ്റുന്ന പോലെ തന്നെ പെട്ടെന്ന് ഉരിച്ചെടുക്കാം. അതപ്പോൾ ഇന്നലെ ഉരിച്ചൊക്കെ വെച്ചതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇതെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി വെട്ടി അതിനകത്തെ കുടലും പൂവും എല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയൊക്കെ പുരട്ടാം വരിഞ്ഞിട്ട്. ആഴത്തിൽ ഇങ്ങനെ വരയിടണം, എന്നാലേ ആ മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നല്ല മസാല പുരട്ടി കൊടുക്കുക. ഇത് മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് മാങ്ങ, കുരുമുളക്, പച്ചമുളക്, പിന്നെ കുറച്ച് കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ ഇട്ടാണ് മസാല ഉണ്ടാക്കി. ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് പേസ്റ്റ് ആക്കി എടുത്ത് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നല്ലതായിട്ട് പുരട്ടി കൊടുക്കാം. നല്ല അകത്തോട്ടൊക്കെ ഇട്, നല്ല മസാല ഇട്ട് കൊഴുക്കട്ടെ. നല്ല പിടികിട്ടത് അതിന്റെ അകത്തോട്ടെല്ലാം ഇട്ട് കൊടുത്താലേ നല്ല ചുമപ്പ് കളറിൽ ഇങ്ങനെ മീൻ ഇങ്ങനെ പെട്ടയ്ക്കാണ് നമ്മളെ ഗ്രില്ലിനകത്ത് കിടന്ന്. മസാല എല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അകത്തും ഒക്കെ ആയിട്ട് മസാലയൊക്കെ നല്ലതായിട്ട് പുരട്ടി. ഇനി നമുക്ക് കുറച്ച് നേരം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മള് കനലൊക്കെ ഏകദേശം ഞങ്ങൾ നേരത്തെ തന്നെ തീയിട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെറുതായിട്ട് ശകലം എണ്ണയാക്കി കൊടുത്ത് നമ്മളെ ഗ്രില്ലിനുള്ള പാകമാക്കി എടുക്കാം. കമ്പിയൊക്കെ ഒന്ന് നല്ല ചൂടായി വരുന്നുണ്ട്. ഈ തീയും കൂടെ കെട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മളെ മീൻ സെറ്റാവും. എന്നിട്ട് നമുക്ക് പൊരിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കാനുള്ള ചൂടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഗ്രില്ലിലോട്ട് വെച്ച് കൊടുക്കാം. സെറ്റ് സെറ്റ്. ഇതിപ്പോൾ ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡ് മറിച്ചിടുമ്പോഴത്തേക്കിനൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഈ സൈഡ് കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കും. ഇത് വാഴത്തണ്ടാണ് കേട്ടോ. വാഴത്തണ്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചീവി ചീവി എടുത്താൽ ഇതാകുമ്പോൾ ഇങ്ങനെ ബ്രഷ് പോലെ ഒന്നും. ഇതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് കനലിലോട്ട് വീഴുന്നുണ്ട്. നമുക്കേ ഈ മീനെ നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. നമുക്ക് ഇച്ചിരി മുളക് ഒരു സൈഡ് വെന്ത് കാണണം. ഇച്ചിരി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമ്മളതിൽ ഒറ്റ കമ്പിയേ ഉള്ളൂ, അതുകൊണ്ടാണ്. കണ്ടോ അമ്മേ, ഇല്ലില്ല തറയിലൊന്നും പോകത്തില്ല. ഒരു സൈഡാണ് അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. ഇരുട്ടാവാറായി കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. നല്ല ചൂട് കേട്ടോ, നല്ല സൂപ്പർ ചൂട്. ഇപ്പോൾ ഉണ്ടോ ഏകദേശം ഇത് ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ആ കമ്പിയിലൊന്ന് ഒട്ടിപ്പോയി. നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണയും കൂടെ തേച്ചിട്ടേ
നമ്മുടെ ഒരു വട്ടം കൂടെ വേവിച്ചെടുക്കാം അല്ലേ? ഞാനും പഠിച്ച് കുക്കിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ മീൻ ഏകദേശം റെഡി ആയിട്ട് നമുക്കിത് ഈ ഇലയിലോട്ട് മാറ്റാം. അപ്പോൾ ഏകദേശം നല്ല വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ അപ്പുറ സൈഡ് മൊരിഞ്ഞ്. ഇനി നമുക്കിത് വേറെ അകത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കഴിക്കാം അല്ലേ? അപ്പൊ നമ്മള് ഗ്രില്ലൊക്കെ കഴിഞ്ഞു ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സവാള തക്കാളി ഒക്കെ ആയിട്ട് അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം രാത്രി ആയി പോയിട്ടോ നമ്മൾ ആക്കി വന്നപ്പോഴത്തേക്ക്. അമ്മ ഇപ്പൊ വന്നതേ ഉള്ളു. അപ്പൊ അമ്മയും ആദരയും കൂടെ ആദ്യം ടേസ്റ്റ് ചെയ്യാം. ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് അടുത്ത് കാണിച്ചു തരാം. നമ്മളെ കുറച്ചൊക്കെ ഞങ്ങള് ബുദ്ധിമുട്ടി കേട്ടോ, ഇത് മറച്ചിടാനുള്ളൊരു ഇല്ലാത്തോണ്ട്, അഭാവമായതുകൊണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചിട്ട് വേണം അഭിപ്രായം പറയാം. ഇരുട്ടായി പോയിട്ടോ. സംഭവം ഉദ്ദേശിച്ചതിനേക്കാളും സമയം എടുത്തു അല്ലേ ഇതിന്? ഇന്നലെ കൊണ്ടുവന്ന മീനാണ്. ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അതിനുശേഷമാണ് ഇന്ന് വെട്ടി എല്ലാം വെടിപ്പാക്കിയത്. ഇന്നലെ അതിന്റെ തോല് ഉരിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അതുകൊണ്ടാണ് തോല് ഒലിക്കുന്നത് നമ്മൾ കാണിക്കാത്തത്. അപ്പൊ അമ്മ രണ്ടുപേരും കഴിച്ചു നോക്ക്. രണ്ടുപേരും കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. ഇരുട്ടായതുള്ള പ്രശ്നമുള്ളൂ. ഞാനും കൂടെ എടുക്കാം. 3 നേരം കൂടെ ഒരുമിച്ച് കഴിക്കാം അല്ലേ? നമുക്ക് ഞാൻ കാണിച്ചു തരാവേ. ഇത് നല്ല സോഫ്റ്റ് മീനാണ് കേട്ടോ. ഈ മീൻ വളരെ സോഫ്റ്റ് മീനാണ്. നമുക്ക് അതിന്റെ ഫ്രഷ് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് സാധനമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മീനാണ്. അത്യാവശ്യം നല്ല വെന്ത് എണ്ണയൊക്കെ വന്നിട്ടുണ്ട്. നീ കഴിച്ചാ? ഇത് കഴിച്ചോ. ഇത് നല്ല രീതി എടുത്തിട്ടുണ്ട്. വേണ്ട നീ കഴിക്ക്, ഞാൻ എടുത്തോളാം. തക്കാളി സവാള വേണല്ലേ? ആ എങ്ങനെയുണ്ടോ കഴിച്ചിട്ട്? നന്നായിട്ടുണ്ടോ? ചുമ്മാ പറയുന്നതാണോ? ഉണ്ടല്ലേ? ഞങ്ങള് കുളമായി കാണുന്നൊക്കെ ആദ്യം വിചാരിച്ചു. നമ്മൾ ടേസ്റ്റ് നോക്കിയില്ല സത്യം പറഞ്ഞല്ലേ. നമ്മള് വെന്ത് നോക്കിട്ട് നേരെ ഇങ്ങനെ എടുത്താണ്. ചെറുതായിട്ട് എൻ്റെ വാൽവശം മാത്രമേ എടുത്ത് കഴിച്ചുള്ളൂ. എന്താ അപ്പൊ ഞാനും കൂടെ കഴിക്കാൻ പോവാണേ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ആ ഗ്രില്ലിന്റെ ഒരു ഫീലുണ്ട്. പാല് ഭാഗമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മീൻ. ഇത് നമുക്ക് നല്ലൊരു തിന്നാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പും കാര്യങ്ങളും എല്ലാം നല്ല പിടിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായി. ഇപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ ഉള്ളിയൊക്കെ ഇട്ട് തിന്നാൻ ശരിയല്ലോ. ഉള്ളിയിട്ട് തിന്നപ്പോ ആ അടിപൊളിയായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മീൻ ചുട്ടിട്ട് തിന്നല്ലേ? ഇതുവരെ തിന്നിട്ടില്ല കേട്ടോ. ഒരാൾ അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ അമ്മക്കുട്ടി ഓർമ്മയുണ്ടല്ലോ, വലിഞ്ഞേറി വന്ന ആളാ. ഇപ്പൊ ഫുൾ ടൈം ഞാൻ ഈ മീനെ തിന്നിട്ടില്ല. ഇല്ല, ആദ്യമായിട്ടാ ഈ മീൻ തന്നെ കഴിക്കുന്നത്. ആ ഞാനും ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ പേരിന് ഇപ്പഴാ കേൾക്കുന്ന പാലാ മീൻ. ഇങ്ങനെയും ചെയ്യാം. ഇത് കൂടുതൽ ആൾക്കാരുടെ കറിയാണ് വെക്കുന്ന നാട്ടില്. നമ്മളിന്ന് ഇതിലാക്കിയെടുത്തു. വാൽ ഭാഗമൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് നല്ല സന്തോഷത്തോടെ കഴിക്കുക. അപ്പം എന്തായാലും ഇതാ നമ്മളിങ്ങനെ വീടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്ന് പൊരിച്ചല്ല ഗ്രിൽഡ് മീനല്ലേ, ഗ്രിൽഡ് മീനൊക്കെ ഏകദേശം ഉണ്ട്. ഞങ്ങൾ 3 പേരെ തന്നെ കാലിയാക്കി ഒരു സൈഡ് അല്ലേ, ഇരുന്ന് തിന്നോണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട പറ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ എപ്പോഴും വഴക്ക് പറയും ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തോണ്ട് അല്ലേ? അപ്പൊ ഓക്കെ, ബൈ ബൈ.